ഹലോ, ജി കെ എസ് വ്ലോഗ് പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ വ്ലോഗിൽ പറയാൻ പോകുന്നത് എങ്ങനെ ജി കെ എസിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ഗ്യാദർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ വേറെ അഭിപ്രായമുള്ളവരുണ്ടായിരിക്കും, കാരണം പലർക്കും പല രീതിയിലാണ് ജി കെ എസ് ഫീൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ജി കെ എസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളത്. പല പല കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണത്. നമ്മൾ കൊറിയയിലെ യൂണിവേഴ്സിറ്റീസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റാങ്കിങ് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. ഇനി അതിൽ റാങ്കിങ് കുറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കോമ്പറ്റീഷൻ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട്, അതായത് ചില യൂണിവേഴ്സിറ്റികൾ ചില ഫീൽഡിലൊക്കെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. അങ്ങനെ അതായത് MBAക്ക് വേണ്ടിയിട്ട് കൂടുതൽ എന്താ പറയുക, MBA അതിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. എൻജിനീയറിങ്ങിന് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഇപ്പോൾ അർബൻ എൻജിനീയറിങ്ങിന് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അഗ്രികൾച്ചർ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളുടെ ഫ്യൂച്ചർ ഗോൾ, അതായത് ചില യൂണിവേഴ്സിറ്റികൾ റിസർച്ചിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ റിസർച്ചിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ടായിരിക്കും. പിന്നെ പ്രൊഫസേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് കൂടുതലും എൻജിനീയറിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻജിനീയറിങ്ങിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫസറിനെ കോൺടാക്റ്റ് ചെയ്യണത് വളരെ നല്ലതായിരിക്കും ജി കെ എസിന്. ശരിക്കും ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മളിതുപോലെ 1-2 യൂണിവേഴ്സിറ്റികൾ നോക്കി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡ് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതേ റിസർച്ച് ഏരിയ ഉള്ള പ്രൊഫസറെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ അഫക്റ്റ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി ട്രാക്കിലാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും യൂണിവേഴ്സിറ്റി ട്രാക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാമെന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണ സമയത്ത് ഇപ്പോൾ ഒരു ഭയങ്കര ഹൈ റാങ്കിങ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ SOP ചിലപ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ സ്ട്രെങ്ത്ത്, ഈ കുട്ടി വെറുതെ ഈ കോഴ്സ് പഠിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുട്ടികളെ അവർക്ക് ആവശ്യമില്ല. അതോ കറക്റ്റായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനൊക്കെ ഉള്ള കുട്ടിയാണോ, അതായത് എനിക്ക് ഇന്ന സംഭവം, ഇന്ന കാര്യത്തിൽ എനിക്ക് റിസർച്ച് ചെയ്യണം, ഇന്ന കാര്യത്തിൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുമല്ലോ, അതൊക്കെ അവർ ശ്രദ്ധിക്കും. പിന്നെ പ്രൊഫസർ മാച്ചിങ്, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എൻജിനീയറിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ലാബ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും നമുക്കൊരു ഗൈഡിങ് പ്രൊഫസർ വേണം. അപ്പോൾ പ്രൊഫസേഴ്സിനെ നമ്മളിതുപോലെ നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പ്രൊഫസേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജി കെ എസിൽ. ഇതുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ജി കെ എസ് കിട്ടണം അങ്ങനെയും ഇല്ല കേട്ടോ. പ്രൊഫസറിൻ്റെ ആക്സെപ്റ്റൻസ് ലെറ്റർ ഉണ്ടായിട്ടും ജി കെ എസ് കിട്ടാത്ത കുറേ കുട്ടികളുണ്ട്, എന്നെപ്പോലത്തെ. അങ്ങനെയൊക്കെ. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഫോൺ വഴിയായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുക. അതായത് ഒരു ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ അവർ ചോദിക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ, എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക ചില യൂണിവേഴ്സിറ്റികൾ. ചില യൂണിവേഴ്സിറ്റികളാവട്ടെ സൂം ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അവരിതുപോലെ ചിലപ്പോൾ ഗ്രൂപ്പായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജോൺ ബുക്കിൽ 2 തവണ അവർ ഫോൺ വഴിയായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അവർ നമ്മളുടെ ഇന്ത്യൻ നമ്പർ ഇട്ട് വിളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് എല്ലാ തവണയും ഓരോ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ജോൺ ബുക്കിൽ അപ്ലൈ ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ജി കെ എസ് ചൂസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ടെൻഷനൊന്നും അടുപ്പിക്കാത്ത രീതിയിൽ നല്ല കൂളായിട്ട് അവർ സംസാരിച്ചു. അതുപോലെയായിരുന്നു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മേജറാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ റിസർച്ച് ഫിറ്റാണ് ആദ്യം ശരിയായിട്ട് വരേണ്ടത്. അതിനുശേഷമാണ് നമ്മുടെ റാങ്കിങ് വരണത്. ഒരു മ്യൂസിക് കേൾക്കണ്ടല്ലേ, കുഴപ്പമില്ല, വിട്ടേക്കേ. അപ്പോൾ നമ്മൾ റിസർച്ച് ഫിറ്റ് ആദ്യം നോക്കുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസർച്ച് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി ആണോ, അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. നമ്മൾ നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ ഒരു ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് PhD ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്നൊരു സമയം കൊണ്ട് നമുക്കിതെല്ലാം കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതായത് ചുരുങ്ങിയതൊരു 6 മാസം മുൻപെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് നോക്കുക. അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും. ഫാക്കൽറ്റി, അവരുടെ ഇൻട്രസ്റ്റ്, അവർ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി വായിക്കാൻ പറ്റും. അവരുടെ ലാബിൻ്റെ പേര്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കണേ, അങ്ങനെ തുടങ്ങി അലൂമിനിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റീസ് കൊറിയയിൽ നമ്മൾ മെയിൽ അയക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർ നന്നായിട്ട് റിപ്ലൈ തരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരു തവണ സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ കുറേ സംശയങ്ങൾ ഇതുപോലെ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ മെയിൽ ചെയ്ത് അയക്കുമായിരുന്നു. അന്നൊക്കെ എപ്പോഴും മെയിൽ അയക്കുമായിരുന്നേ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് വളരെ ഡീറ്റെയിലായിട്ട് റിപ്ലൈ തരുമായിരുന്നു. അതുപോലെ തന്നെ ജോൺ ബുക്കിലും അവർ നന്നായിട്ട് ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും നീറ്റായിട്ട് റിപ്ലൈ, ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ റിപ്ലൈ വരാനൊരു താമസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ അഡ്മിഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റീസ് ഭയങ്കര ബിസി ആയിരിക്കും. ആ സമയത്ത് നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ അഡ്മിഷൻ ടൈം നോക്കിയിട്ട് ഒന്ന് മെയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അഡ്മിഷൻ ഒക്കെ നടക്കുന്ന, അതായത് ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയത്തിന് മുൻപേ നമ്മൾ റെഡിയാക്കി വെക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം, കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ യൂണിവേഴ്സിറ്റികൾക്ക് മെയിൽ അയക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികൾക്ക് റിപ്ലൈ കിട്ടാറില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷിൽ മെയിൽ അയക്കുമ്പോൾ കൂടുതലും അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല കൂടുതലും ഇംഗ്ലീഷിൽ റിപ്ലൈ തരാനും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് നടക്കുന്നത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അയക്കുമ്പോഴല്ല, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിട്ടൊക്കെ മെയിൽ അയക്കില്ലേ. അതെനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് അവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ അത്ര വശമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിട്ട് ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മെയിൽ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരത് ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇൻ്റർനാഷണൽ സെൻറ്ററിനൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ഓഫീസിലേക്കൊക്കെ മെയിൽ അയക്കാവുന്നതാണ്, കേട്ടോ. അതുപോലെ തന്നെ പ്രൊഫസേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യണത് എങ്ങനെയാണ് എന്നൊക്കെ ഇതുപോലെ കുറേ കുട്ടികൾ ഡൗട്ടൊക്കെ ചോദിച്ച് ഞാൻ കേൾക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം, കേട്ടോ. ശരിക്കും പ്രൊഫസേഴ്സിനെ നമ്മൾ ഇതുപോലെ കുറേ നാൾ മുൻപ് തന്നെ ഒരു 4 മാസമൊക്കെ മുൻപേ തന്നെ മെയിലൊക്കെ അയച്ച് സെറ്റാക്കേണ്ടതാണ്. കാരണം ഇതൊരുപാട് ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കേണ്ടതുണ്ട്. ഇവിടെയും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ചിലപ്പോൾ വെബ്സൈറ്റിലെല്ലാം ഇതുപോലെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ കാണും. പക്ഷേ കൂടുതലും പ്രൊഫസേഴ്സിന് ഇതുപോലെ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അവർക്ക് മെയിൽ അയക്കണ സമയത്ത് ഇംഗ്ലീഷിൽ അയച്ചു കഴിയുമ്പോൾ അവരും അത് ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാനൊരു സാധ്യതയുണ്ട്. കാരണം കൊറിയനിൽ മാത്രം സംസാരിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, ഇംഗ്ലീഷ് അത്ര മനസ്സിലാവില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ് നമ്മൾ മെയിൽ അയക്കുമ്പോൾ എന്നുള്ളത്. പിന്നെ ഇവരിപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാം അങ്ങനത്തെ പ്രൊഫസേഴ്സിന് നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് അവരിപ്പോൾ നമ്മളെടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക മെയിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോളോ അപ്പ് മെയിലും കൂടി അയക്കാം. എന്നിട്ട് റിപ്ലൈ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചോളണം അവർക്ക് നമ്മളെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം.
ഇതുപോലെ സോറി നിങ്ങളെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു റിപ്ലൈ തരുന്ന പ്രൊഫസേഴ്സ് വളരെ കുറവാണ്. ഒരു തവണ മാത്രം ഞാൻ ഇതുപോലെ ഒരു പ്രൊഫസറിന് മെയിൽ അയക്കണ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉടനെ റിട്ടേർഡ് ചെയ്യുവാണ്, അപ്പോൾ ഞാനിപ്പോൾ കുട്ടികളെ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ഒരു പ്രൊഫസർ തിരിച്ച് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനത്തെ റിപ്ലൈ മെയിലുകളൊക്കെ വരിക. അല്ലെങ്കിൽ നമുക്കിതുപോലെ അവർ വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ മെയിലൊന്നും വരില്ല കേട്ടോ. പിന്നെ നമ്മുടെ റിസർച്ച് ടോപ്പിക്, അതായത് ഇപ്പോൾ ചിലർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഞാൻ ഏത് സബ്ജക്റ്റാണ് എടുക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്കൊരു ഫീൽഡ് എടുത്തിട്ട് വേറൊരു ഫീൽഡിലേക്ക് തിരിയാം, അത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ മേജറിൽ തന്നെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് പ്രൊഫസേഴ്സ് വാല്യൂ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ പാസ്റ്റ് അക്കാദമിക് വർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ. പേപ്പർ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് എൻജിനീയറിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ഇങ്ങനത്തെ എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ. പിന്നെ നമ്മുടെ തിസീസിൻ്റെ ടോപ്പിക്ക്, തിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റാണ്. അതിൻ്റെ ടോപ്പിക്ക് എന്താണ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, കൂടുതലും അതുമായിട്ട് മാച്ചായിട്ടുള്ള നമ്മുടെ റിസർച്ച് തിസീസ് പ്രൊജക്റ്റ് അതുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പ്രൊഫസേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുക. അവരുടെ റിസർച്ച് ഫീൽഡും ഏകദേശം സെയിം ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ്, എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, നമുക്ക് പിന്നെ പഠിക്കാനും ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണിത്. കാരണം ഫ്യൂച്ചർ ഗോൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ തന്നെ ആദ്യം നമുക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷനും ഇല്ലാണ്ട് പോവുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മളൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു എന്താ പറയണേ, ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ചാൻസസ് കൂട്ടും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമ്മുടെ SOP നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ, അതായത് പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് വലിച്ച് നീട്ടി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതാണ്ട് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തതയോടുകൂടി എവിടെ നിന്നും കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാതെ അതുപോലെയൊക്കെ ആയിട്ട് റെഡിയാക്കുക കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ChatGPT ഒക്കെ ഉള്ളത് കാരണം നമ്മളിതുപോലെ ChatGPTനോട് പെട്ടെന്ന് തന്നെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റെഡിയാക്കി തരാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, കൊറിയ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. പല യൂണിവേഴ്സിറ്റികളും ടെക്നോളജിക്കലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ കൈസ്റ്റിന് ഞാൻ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അവരിതുപോലെ അവരുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതുപോലെയുള്ള ChatGPT പോലത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും റെഡിയാക്കരുത്, കാരണം അവർക്ക് ഇതുപോലെ പ്ലാഗിയറിസം ഡിറ്റക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ പല യൂണിവേഴ്സിറ്റികളും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരവരുടെ ഗൈഡ് ലൈൻസിലാണോ അത് വെബ്സൈറ്റിലാണോ ഞാൻ കണ്ടതെന്ന് ഓർക്കണില്ല, അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ യൂസ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റികളുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതായൊരു രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ കുറേ നാൾ മുൻപൊക്കെ റെഡിയാക്കി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ നമ്മൾ പല ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ അവസാന നിമിഷം നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാം. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ആകെ മിക്സായി പോകണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുക കേട്ടോ. പിന്നെ ഒരു പ്രൊഫസറെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഫസറിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് അക്കാദമിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ പ്രൊഫസർ ലാബിൽ എന്താണ് ചെയ്യുക, എങ്ങനത്തെ റിസർച്ചാണ് ചെയ്യുന്നത്, ഏതൊക്കെ പേപ്പറുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസർച്ചും നമ്മളുടെ ഒരു റിസർച്ചും സെയിം ആണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്രൊഫസറിനെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ പ്രൊഫസറിന് ഇമെയിൽ അയക്കുന്ന സമയത്തും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇമെയിലിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വേണമെന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാനിതുപോലെ മെയിൽ അയക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ആ കുട്ടി ഇതുപോലെ മെയിൽ അയച്ചിട്ട്
ആ കുട്ടിക്ക് അക്സെപ്റ്റൻസ് ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മെയിൽ അയച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടി ഏകദേശം ഒരു രൂപം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അയക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരുപാട് ഫോർമാറ്റുകളൊക്കെ കാണാൻ പറ്റും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജിനീയറിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു പോർട്ട്ഫോളിയോ വേണം. പോർട്ട്ഫോളിയോ, നമ്മുടെ നല്ലൊരു CV, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ എന്തെങ്കിലും നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് ഉണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്തിട്ടുള്ള തിസീസിൻ്റെ കാര്യങ്ങൾ, പ്രൊജക്റ്റ് റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിൽ അയക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് അയയ്ക്കാം. അതുപോലെ കൊറിയയിൽ ഒരു കാര്യം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പ്രൊഫസേഴ്സിന് മെയിൽ അയക്കുന്ന സമയത്ത് അത് കറക്റ്റ് ഫോർമാറ്റിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഒരു ഒഫീഷ്യൽ മെയിലായിട്ട് വേണം നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട്. കാരണം കൊറിയയിൽ ഇതുപോലെ എന്താ പറയണ ഏജ് അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ട് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കുന്നവരാണ് പ്രത്യേകിച്ച് പ്രൊഫസേഴ്സ്. അപ്പം നല്ല റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അതൊരു വളരെ നല്ലൊരു രീതിയാണ്. കാരണം നമ്മുടെ ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യും. കാരണം നമ്മൾ നല്ല രീതിയിലൊക്കെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ വെബ്സൈറ്റിലായിരിക്കും ഫാക്കൽറ്റിയുടെ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ലാബ് എന്തൊക്കെയാണ്, റീസെൻറ്റ് പബ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, കരിക്കുലം എന്താണ്, അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ മാസ്റ്റേഴ്സ് 2 വർഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 4 സെമസ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളും പല പല പബ്ലിക് പ്രൊജക്റ്റുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അവരുടെ വെബ്സൈറ്റിലായിരിക്കും കാണാൻ പറ്റുക, ഇന്ന പ്രൊജക്റ്റിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഗ്രാജുവേഷൻ റിക്വയർമെൻറ്റ്സ്, ചില യൂണിവേഴ്സിറ്റികൾക്ക് ഇതുപോലെ നമ്മൾ GKSനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊറിയൻ ഒരു പ്രത്യേക ലെവൽ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ലെവൽ ടോപ്പിക് നമുക്കുണ്ടെങ്കിലാണ് അവർ നമ്മളെ ഗ്രാജുവേറ്റ് ആക്കുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നിർബന്ധമില്ലാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് നമുക്കിതുപോലെ എന്താ പറയുക, കൂടുതൽ ഇങ്ങനെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരിക നമുക്ക് വെബ്സൈറ്റൊക്കെ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം പല യൂണിവേഴ്സിറ്റികൾക്കും പല പോളിസികളാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളാണോ എന്ന് നോക്കുക. ഇപ്പോൾ കൊറിയൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ ഹന്യാങ് യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ അത് ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെയൊക്കെ ഇംഗ്ലീഷിലാണ് കൂടുതലും മോസ്റ്റ് സബ്ജക്ട്സും ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ കൊറിയ എന്താ പറയുക, കൂടുതലും കൊറിയനിൽ തന്നെയായിരിക്കും സബ്ജക്റ്റുകളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ പറയാനുള്ളത് കോമ്പറ്റീഷൻ സ്ട്രാറ്റജിയാണ്. അതായത് ലോ റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് ഭയങ്കര മോശമാണെന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഈ ലോ റാങ്കിങ് യൂണിവേഴ്സിറ്റികളിലായിരിക്കാം നമ്മളുടെ റിസർച്ചുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ അങ്ങനെ ഒരു ലോ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്, നമ്മൾക്ക് പറ്റിയൊരു പ്രൊഫസർ അവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. അപ്പോൾ കറൻ്റ്ലി അവരെന്തെങ്കിലും പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആണോ, എന്തെങ്കിലും പബ്ലിക്കേഷൻസ്, അതായത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അത്യാവശ്യം ഒരു നല്ലൊരു ആക്റ്റീവായിട്ടുള്ള സ്റ്റേജിലാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഭയങ്കര ഒരു സ്ട്രാറ്റജി എടുക്കേണ്ട ഒരു സമയമാണ്. ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾക്ക് എന്താണ് നല്ലത് അത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ, അതായത് ഈ സോള് എന്നുള്ള സ്ഥലം അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും സോൾ ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഭയങ്കര കോമ്പറ്റീഷൻ കാണാറുണ്ട്. പക്ഷേ സോള് എന്നുള്ള ഏരിയ വിട്ട് കഴിഞ്ഞാൽ കൊറിയയിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് വേറെ സിറ്റികളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ നല്ല യൂണിവേഴ്സിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സോള് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഇപ്പോൾ ജോൺബുക്ക് ഇരിക്കുന്ന ജോൺജു എന്ന് പറഞ്ഞ സിറ്റി അവർ സോള് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു എന്താ പറയുക, അത്ര എക്സ്പെൻസീവ് അല്ലാത്തൊരു സിറ്റിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ജീവിക്കുമ്പോൾ അതിൻ്റേതായ ചിലവ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഏരിയയാണ് ജോൺജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കൊറിയൻ ലാംഗ്വേജ് എൻവയോൺമെൻറ്റ്. പല സിറ്റികളിലും ഇതുപോലെ കൊറിയൻ ലാംഗ്വേജൊക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണും. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സോളിലൊക്കെ എപ്പോഴും ഒരുപാട് ലാംഗ്വേജ് പ്രോഗ്രാംസ് അങ്ങനെ കുറേയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഒരുപാടില്ലെങ്കിലും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പല സിറ്റികളിലും ഇതുപോലെ കൊറിയൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഫോറിൻ ലാംഗ്വേജ് സപ്പോർട്ട് സെൻറ്റർ, അങ്ങനെ ഫോറിൻ സപ്പോർട്ട് സെൻറ്റർ, അവിടെയൊക്കെ ഇതുപോലെ കൊറിയൻ ലാംഗ്വേജിൻ്റെ ഫ്രീ ക്ലാസ്സസും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക അങ്ങനെ. പിന്നെ ലാബ് കൾച്ചർ, അതായത് ഓരോ പ്രൊഫസേഴ്സിൻ്റെ ഒരു രീതി അനുസരിച്ചായിരിക്കും ലാബ് പോവുക. അപ്പോൾ ഒരു പ്രൊഫസർ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് ലാബിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റുഡൻസും അതുപോലെ തന്നെയായിരിക്കും. എല്ലാ കാര്യങ്ങളും കുറച്ച് കൃത്യതയോടുകൂടി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അതായത് QS റാങ്കിങ് മാത്രം നോക്കിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫൈൽ അത്രയധികം, ഇപ്പോൾ സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ പ്രൊഫൈൽ അത്രയധികം ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രാറ്റജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അത്രയധികം ഒരു കോമ്പറ്റീറ്റീവ് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ അപ്പോൾ കുറച്ച് ലോ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണത് ഒരു ബാഡ് ഡിസിഷനായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ആ കുട്ടി ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രീവിയസ് സ്കോളേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയും നമ്മൾ എടുക്കരുത്. കാരണം പലരുടെയും, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സിന് പലരുടെയും റിസർച്ച് എന്താ പറയുക താല്പര്യങ്ങൾ പല പല രീതിയിലായിരിക്കും. അല്ലെങ്കിൽ പലരുടെയും പ്രൊഫൈൽ പല പല രീതിയിലായിരിക്കും. ഒരിക്കലും രണ്ടുപേരുടെ ഒരുമിച്ച് പ്രൊഫൈൽ ഒരേപോലെ മാച്ച് ചെയ്ത് വരില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പല രീതിയിലായിരിക്കും കുട്ടികൾ പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ വേറെ ആരെയും നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കേട്ടോ. പിന്നെ പ്രൊഫസറിൻ്റെ പ്രൊഫൈൽ മൊത്തത്തിൽ റീഡ് ചെയ്യാണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ അയച്ച് അയ്യോ എനിക്ക് റിപ്ലൈ വന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. അങ്ങനെയൊക്കെ കുറേ ഇമെയിലുകൾ നമ്മൾ അയച്ചാലാണ് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റാൻഡമായിട്ടൊരു പ്രൊഫസറെയൊക്കെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടില്ല, ഞാൻ ഇതുപോലെ വെയിറ്റ് ചെയ്യുവാണ്, അങ്ങനെയൊക്കെ അത് നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയുള്ളൂ ഈ സമയത്ത്. പിന്നെ സെയിം ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ അതായത് പ്രത്യേകിച്ച് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ, ഇതൊക്കെ സെയിം എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുന്നിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓരോ തവണയും വായിക്കുമ്പോൾ നമുക്ക് ഓരോ രീതിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഓരോ തവണ വായിക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് പോവുകയാണ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഈ പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത്. ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുക. പക്ഷേ എല്ലാ വീഡിയോസിലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പലരും പല അഭിപ്രായമായിരിക്കും പറയുന്നത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടി പറയണേക്കാം ആ കുട്ടി പറയണേക്കാം അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഫിൽറ്റർ ചെയ്ത് കാര്യങ്ങൾ എടുക്കാൻ നോക്കുക. ഇപ്പോൾ പല ആൾക്കാരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. നല്ലവരെയും കാണാൻ പറ്റും, മോശ സ്വഭാവമുള്ളവരെയും കാണാൻ പറ്റും. എന്നാൽ ചില സമയത്ത് നല്ല സ്വഭാവം, ചില സമയത്ത് മോശ സ്വഭാവമുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പം നമ്മളെങ്ങനെയാണ് ശരിക്കും ഒരു മനുഷ്യനെ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ചീത്ത കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്,
ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അവരുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് ഇത്ര ലെവലുള്ള കുട്ടികളെ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും ഒരു പ്രൊഫൈൽ നമ്മൾ അത്ര ഇതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മളെ എടുക്കാൻ പറ്റില്ല. അത് അവരുടെ പോളിസിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് മെയിൽ അയച്ചിട്ട് അവർ നമ്മളെ എടുത്തില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. ഒരുപാട് കുട്ടികൾ അയക്കുന്നതല്ലേ, ലോകമെമ്പാടുമുള്ള എത്ര കുട്ടികൾ അയക്കുന്നതാണ്. ഇവരെല്ലാവരെയും നിന്നും വേണം അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കാണാൻ പറ്റും, നമ്മൾ കുറച്ചധികം റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഒരു ഒപ്പീനിയൻ, അതായത് നമ്മുടെ റിസർച്ച് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു 6 മാസം മുമ്പെങ്കിലും നമ്മൾ തപ്പൽ തുടങ്ങണം. അതായത് യൂണിവേഴ്സിറ്റി ഒരു എക്സൽ ഷീറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. യൂണിവേഴ്സിറ്റിയുടെ പേര്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഫസർ, ആ പ്രൊഫസറിൻ്റെ റിസർച്ച് ഏരിയ, റാങ്കിങ്, ആ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ലെവല്, അതെന്തുകൊണ്ടാണ് നമുക്ക് ഫിറ്റായത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്തിട്ട്, അത് ശരിക്കും വളരെ നല്ലൊരു രീതിയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ നമ്മളെല്ലാം ഇതുപോലെ എൻ്റർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ എല്ലാം ഓർഗനൈസ് ചെയ്ത് പോകാമെന്നുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അത് നമുക്ക് കാണാനും പറ്റും നമ്മുടെ ആപ്ലിക്കേഷനിൽ. അപ്പോൾ എല്ലാം നല്ലൊരു രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് നന്നായി പോവുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ 10th ടൈമിലാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷനിലാണ് ഞാനിപ്പോൾ ജോൺ ബുക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ കുട്ടികളെപ്പോലും ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് തോറ്റു പോണേന്നറിയാമോ? നമ്മൾക്ക് ശരിക്കും വേണ്ട ഒരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ആ വേണ്ടാന്ന് വെക്കുന്ന മൊമെൻറ്റ് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോണ വഴിയുടെ പകുതിയായിരിക്കും അത്, ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിട്ടണത് വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കിട്ട് പോണവർക്ക് എന്താ പറയുക, സക്സസ് ഉണ്ടാവണമെന്നില്ല. പല പല കാര്യങ്ങളും ഇതുപോലെ മുന്നിൽ വന്നിട്ട് അതിനെല്ലാം റെസിസ്റ്റ് ചെയ്ത് പോണവർക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും തോറ്റു പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു 100% കൊടുത്ത് നമ്മൾ അത്ര കാര്യമായിട്ട് കൊണ്ട് നടന്ന് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ തോറ്റു പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരിക്കും. നമ്മൾ കുറേ നാളിരുന്ന് കരയും, വിഷമിച്ചിരിക്കും, ചിലർ ഡിപ്രഷനായിട്ട് പോകും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നിടത്ത് അതെല്ലാം തീർന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, വീണോടത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കുകയുള്ളൂ. നമ്മൾ അവിടെ നിന്ന് എണീറ്റ് ഓടണമെന്നുള്ളത്, അതിനകത്താണ് ശരിക്കും നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയണേ. ഞാൻ ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി. ഓക്കെ, ബൈ ബൈ.